പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:31 തിരുവചനം പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ഒന്നിനും നമുക്ക് പ്രയാസമുണ്ടാകില്ല, ആരും നമുക്ക് എതിര് നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഉണ്ടായിരിക്കും. നാം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ പക്ഷത്താണോ അതോ ലോകത്തിൻ്റെ പക്ഷത്താണോ? നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ പക്ഷത്തേക്ക് പോകുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്നത് ദൈവമായിരിക്കുകയില്ല. നമ്മുടെ നാശത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി നൽകി. നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നുമെല്ലാം നമ്മെ രക്ഷിച്ചു. നമ്മുടെ രക്ഷകനാണ് യേശു. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. റോമ 5:8 നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. 1 തെസ്സലോനിക്കർ 4:7 തിരുവചനം പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന്. നാം ദൈവകൽപ്പനകൾ പാലിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ പക്ഷത്ത് ആകുന്നത്. നാം വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. മത്തായി 4:4 യേശു പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. യോഹന്നാൻ 6:51 യേശു പറയുന്നുണ്ട്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടെ വസിക്കുന്നു. യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ യേശു നമ്മിൽ വസിക്കുകയും നാം വിശുദ്ധിയിൽ വളരുകയും ചെയ്യും. യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. യോഹന്നാൻ 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിനെ സ്വന്തമാക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.